ഇന്ന് നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. അതാണ് ജനറൽ ഡെഫിനിഷൻ. നമ്മൾ കുറച്ചും കൂടി സാധാ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓർഡേർഡ് ലിസ്റ്റ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1, 4, 9, 25, 36 എക്സെട്ര. ഈ ലിസ്റ്റ് നമുക്കറിയാം എല്ലാ സ്ക്വയേഴ്സിന്റെ ലിസ്റ്റ് ആണ്, പോസിറ്റീവ് സ്ക്വയേഴ്സിന്റെ ലിസ്റ്റ് ആണ്. ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് സ്ക്വയർ. അപ്പോ ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ആരാ? 1 ആണ്. 1 ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി 4, തേർഡ് എൻട്രി 9, അങ്ങനെ എക്സെട്ര. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ വിചാരിക്കുകയാണ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ആറിലേക്ക്. ഡിഫൈൻ ചെയ്യാൻ പോണത് f of n equal to n square. അപ്പൊ നമുക്ക് നോക്കി നോക്കാട്ടെ എന്താ വരാന്ന്. അപ്പോ n-ന്റെ എലമെന്റ്സ് 1, 2, 3, 4 എക്സെട്ര. അപ്പോ 1-ന്റെ ഇമേജ് 1 സ്ക്വയർ 1 വരും. 2-ന്റെ ഇമേജ് 2 സ്ക്വയർ 4 എന്ന് വരും. 3-ന്റെ ഇമേജ് 3 സ്ക്വയർ 9 എന്ന് വരും. 4-ന്റെ ഇമേജ് 4 സ്ക്വയർ 16 എന്ന് വരും, എക്സെട്ര. അപ്പൊ കണ്ടോ, ഈ ലിസ്റ്റിനെ നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. അപ്പോ ഈ എഴുതിയിരിക്കുന്നത് ലിസ്റ്റ് 1, 4, 9, 25, 36 is an example for a sequence. ഇനി നമ്മൾ സീക്വൻസിനെ നൊട്ടേറ്റ് ചെയ്യുക നമ്മളുടെ പാരാന്തസിസിന്റെ ഉള്ളിൽ എഴുതിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സീക്വൻസ് n സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ സീക്വൻസ് n സ്ക്വയറിന്റെ അർത്ഥം 1, 4, 9, 25, 36 എക്സെട്ര. ഇനി ഒരു സീക്വൻസിന്റെ ജനറൽ നൊട്ടേഷൻ പറയുകയാണെങ്കിൽ an എന്ന് പറയുന്നത് നമ്മളുടെ സീക്വൻസിന്റെ nth ടേം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക നമ്മളുടെ സീക്വൻസിനെ സീക്വൻസ് an. ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ നമുക്ക് വേറെ എക്സാമ്പിൾസ് കാണാം. 2, 4, 6, 8 എക്സെട്ര. അപ്പോ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോ ഫസ്റ്റ് എലമെന്റ് 2 ആണ്, സെക്കൻഡ് 4 ആണ്, തേർഡ് 6 ആണ്, ഫോർത്ത് 8 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് g ഓഫ് n ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ്, അതായത് n1 എടുക്കുമ്പോൾ 2 കിട്ടണം, n2 എടുക്കുമ്പോൾ 4 കിട്ടണം. നമ്മുടെ റൂൾ എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഇനി നമ്മൾ സീക്വൻസ് എഴുതുമ്പോൾ എല്ലാത്തിനും റൂൾ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ 1, 8, 17, 37, 97, 107 എക്സെട്ര. ഇതെന്ന് പറയുന്നത് സീക്വൻസ് ആണ്, പക്ഷെ നമുക്ക് പെർട്ടിക്കുലർ റൂള് പറയാൻ പറ്റില്ല. ആദ്യത്തേൽ നമുക്ക് റൂള് പറയായിരുന്നു n സ്ക്വയറിലേക്കാണ് മാപ്പ് ചെയ്യണത്, രണ്ടാമത്തേല് n 2n മാപ്പ് ചെയ്യണത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ജനറൽ റൂള് പറയാൻ പറ്റില്ല, പക്ഷെ ഇതും സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് നമ്മൾ ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജന്റ്. ഒരു സീക്വൻസ് കൺവേർജന്റ് ആവണമെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് 0 ആവുക. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ പറയും സീക്വൻസ് കൺവേർജന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക്
സീക്വൻസ് 1/n എന്ന് എടുക്കാം. അപ്പോൾ ഇത് വരിക 1, 1/2, 1/3, 1/4, 1/5 എക്സെട്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഓരോ വാല്യൂസ് നോക്കാം. 1, 0.5, 0.3, 0.25, 0.2 എക്സെട്ര. ഇതിന്റെ ഇടയിൽ ഒരു 0.1 വരും എക്സെട്ര. 0.01 എക്സെട്ര. 0.001 എക്സെട്ര. അപ്പൊ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ പോയി നമ്മളുടെ അവസാനം വരുന്ന ടേമും അതിന്റെ തൊട്ട് മുന്നത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് 0 ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് കൺവേർജന്റ് ആണ്. ഇനി ഈ സീക്വൻസ് എത്തിച്ചേരുന്ന വാല്യൂവിനെ നമ്മൾ അതിന്റെ ലിമിറ്റ് എന്ന് പറയും. ഇതിങ്ങനെ കുറഞ്ഞ് എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്? 0 എന്ന നമ്പറിലേക്കാണ് ഇത് ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും സീക്വൻസ് 1/n കൺവേർജന്റ് ആണ്. ഓൾസോ സീക്വൻസ് 1/n കൺവേർജസ് ടു 0. ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം. The sequence an approaches capital L as a limit if an gets close to and remains arbitrarily close to L as n becomes large. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ലിമിറ്റ് n tending to infinity an equal to L ആണെങ്കിൽ, ലിമിറ്റ് n tending to infinity an L ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സീക്വൻസ് an കൺവേർജസ് ടു L എന്ന ലിമിറ്റ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കൊരു കോൺസ്റ്റന്റ് സീക്വൻസ് എടുക്കാം. സീക്വൻസ് 1, അതായത് 1,1,1, എക്സെട്ര. അപ്പൊ ഇതിങ്ങനെ n വലുതാവും തോറും അതിന്റെ കോൺസിക്യൂട്ടീവ് ടേംസുകളുടെ ഡിഫറൻസ് എന്താണ് നമുക്ക് വരിക? 1 - 1 0, 1 - 1 0, സെയിം ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, സീറോനോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് പറയാം സീക്വൻസ് 1 is convergent and സീക്വൻസ് 1ന്റെ an എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഇനി നമുക്ക് ലിമിറ്റ് n tends to infinity an കാണാം. This is equal to limit n tends to infinity 1 which is equal to 1. അപ്പോൾ സീക്വൻസ് 1 കൺവേർജന്റ് ആണ്, ഒപ്പം സീക്വൻസ് 1 കൺവേർജ് ചെയ്യുന്നത് 1ലേക്കാണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, സീക്വൻസ് 1 + 1/n. n 1 ആവുമ്പോൾ 1 + 1 2, n 2 ആവുമ്പോൾ 1 + ½ 1.5, n 3 ആവുമ്പോൾ 1.3, n 4 ആവുമ്പോൾ 1.25, n 5 ആവുമ്പോൾ 1.2, n 10 ആവുമ്പോൾ എക്സെട്ര 1.1, n 100 ആവുമ്പോൾ എക്സെട്ര 1.01, എക്സെട്ര 1.001, എക്സെട്ര 1.0001, എക്സെട്ര. അപ്പോൾ ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ചെറുതായി വന്ന് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 തുടങ്ങി ഇതിപ്പോ 1ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് 1 + 1/n is convergent and
sequence 1 plus 1 by n converges to limit n tending to infinity 1 plus 1 by n. അപ്പോൾ ഈ ലിമിറ്റിൽ n-ന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1 plus 1 by infinity എന്ന് വരും. അതായത് 1 plus 0 equal to 1. ഇത് തന്നെയാണ് നമ്മൾ മുകളിലും കണ്ടത്. സീക്വൻസ് 1 plus 1 by n എന്ന് പറയുന്നത് ചെറുതായി 1-നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി വേറൊരു എക്സാമ്പിളും കൂടി. സീക്വൻസ് -1 raised to n. അപ്പൊ ഇതിന്റെ എലമെന്റ്സ് നമുക്ക് നോക്കാം. 1 ആവുമ്പോൾ -1, 2 ആവുമ്പോൾ 1, 3 ആവുമ്പോൾ -1, 1, -1, 1, എക്സെട്ര. അപ്പൊ ഇവിടെ -1-ഉം 1-ഉം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ആണ് നമ്മളുടെ സീക്വൻസ്. അപ്പോൾ കോൺസിക്യൂട്ടീവ്സ് ഇങ്ങനെ n വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസ് വരാൻ സാധ്യതയുള്ളത് -1-ഉം 1-ഉം വരാം കോൺസിക്യൂട്ടീവ് ടേം ആയിട്ട്, അല്ലെങ്കിൽ 1-ഉം -1-ഉം വരാം. ഇനി അപ്പൊ നമുക്ക് ഇവയുടെ ഡിഫറൻസ് നോക്കാം. അപ്പോൾ 1 - -1 ഡിഫറൻസ് എന്ന് വരിക 2 എന്ന് വരും. ഇതിന്റെ ഡിഫറൻസ് -1 - 1 ഡിഫറൻസ് വരിക -2. അതായത് n എത്ര വലുതെടുത്താലും നമുക്ക് ഒന്നെങ്കിൽ ഡിഫറൻസ് 2 ആ വരിക, അല്ലെങ്കിൽ -2 ആ വരിക. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ഒന്നെങ്കിൽ 2 വരും, അല്ലെങ്കിൽ -2 എന്ന് വരും. നമുക്ക് എന്താ വേണ്ടത്? ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ n വലുതാവുമ്പോൾ അവയുടെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് 0 ആവണം. അപ്പോ ഇവിടെ അങ്ങനെ ആവുന്നില്ല. അപ്പൊ നമുക്ക് പറയാം സീക്വൻസ് -1 raised to n is not convergent. അങ്ങനെ n വലുതാവുമ്പോൾ വരുന്ന കോൺസിക്യൂട്ടീവ് ടേംസ് 0-നോട് അടുക്കുകയാണെങ്കിലാണ് നമ്മൾ പറയുക കൺവേർജന്റ്. ഇവിടെ എങ്ങനെ n വലുതായാലും നമ്മളുടെ അടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ടേംസ് 0-നോട് അടുക്കുന്നില്ല. അതുകൊണ്ട് സീക്വൻസ് -1 by n എന്ന് പറയുന്നത് കൺവേർജന്റ് അല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ സീക്വൻസ് കണ്ടു. സീരീസ് എന്ന് പറയുന്നത് സീക്വൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ്. അതായത് നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, സീക്വൻസ് an. എന്നിട്ട് ഈ സീക്വൻസിന്റെ അപ്പൊ എലമെന്റ്സ് നമുക്ക് പറയാം a1, a2, എക്സെട്ര an, എക്സെട്ര. ജനറൽ ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ ഒരു സീക്വൻസ് an ഉണ്ട്. അപ്പോൾ നമ്മുടെ എലമെന്റ്സ് എന്ന് പറയുന്നത് a1, a2, എക്സെട്ര an, എക്സെട്ര. ഇനി ഈ എലമെന്റ്സിനൊക്കെ പിടിച്ചു കൂട്ടുക. അപ്പോ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് എക്സെട്ര. ഈ ഇങ്ങനെ കൂട്ടുന്നതിനെ പറയുന്ന ഐഡിയ ആണ് സീരീസ്. ഇവിടെ നമ്മൾ ഇൻഫൈനൈറ്റ് ടേംസ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ആയിട്ട് കൂട്ടുന്നതിന് ഇതിനെ ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയും. നമ്മൾ കൂട്ടുന്നത് ഇൻഫൈനൈറ്റ് എണ്ണത്തിനെയാണ് നമ്മൾ കൂട്ടണമെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയും. ഫൈനൈറ്റ് നമ്പേഴ്സിനെയാണ് കൂട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഫൈനൈറ്റ് സീരീസ് എന്ന് പറയും. നമുക്ക് ഇൻഫൈനൈറ്റ് സീരീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ ഒരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസ് എലമെന്റ്സിനെ നമ്മളെല്ലാം കൂട്ടുകയാണ്. അപ്പൊ അങ്ങനെ കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് nth പാർഷ്യൽ സം. നമുക്ക് കൺവേർജൻസ് പറയണമെങ്കിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് nth പാർഷ്യൽ സം. അതായത് നമ്മളുടെ ടോട്ടൽ സമ്മിൽ നിന്ന് ആദ്യത്തെ n എണ്ണം എടുക്കുക. ടോട്ടൽ സം എന്ന് പറയുന്നത് ഇതാണ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് എക്സെട്ര ആണ് ടോട്ടൽ സം. ടോട്ടൽ സമ്മിൽ ആദ്യത്തെ n എണ്ണം എടുക്കുക. അപ്പോ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an. ഇതിന് പറയുന്ന പേരാണ് nth പാർഷ്യൽ സം. ഇത് നമ്മൾ നോട്ടേറ്റ് ചെയ്യുക ക്യാപിറ്റൽ SN. ക്യാപിറ്റൽ SN എന്ന് പറയുന്നത് നമ്മളുടെ സീരീസിലത്തെ
ആദ്യത്തെ n സമ്മുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എസ് എന്ന് പറയാ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സീരീസ് കൺസിഡർ ചെയ്യുക. സീരീസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 1 + 1/2 + 1/4 + 1/8 + 1/16 + എക്സെട്ര. അപ്പോ ഈ സീരീസ് വന്ന വഴി നമുക്ക് പറയാം 1, 1/2, 1/4, 1/8. ഇനി S1 എന്ന് പറയുന്നത് നമ്മളുടെ സീരീസിത്തെ ആദ്യത്തെ 1 എണ്ണത്തിന്റെ സമ്മ്. ഇവിടെ ഒരെണ്ണത്തിന്റെ സമ്മ് എന്ന് പറയുന്നത് 1 മാത്രമാണ്. ഇനി S2 ആദ്യത്തെ 2 എണ്ണത്തിന്റെ സമ്മ്. അപ്പോൾ 1 + 1/2. S3 ആദ്യത്തെ 3 എണ്ണത്തിന്റെ 1 + 1/2 + 1/4. S4 അതായത് ഫോർത്ത് പാർഷ്യൽ സം. അപ്പൊ ആദ്യത്തെ 4 എണ്ണത്തിന്റെ സം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഒരു സീരീസ് അതിന്റെ ജനറൽ നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ എഴുതും. സമ്മേഷൻ ai i = 1 to infinity is convergent if the sequence of partial sums sequence Sn given by Sn = summation i = 1 to n an is convergent. അപ്പോ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജന്റ് എന്ന് പറയണമെങ്കിൽ അതിന്റെ nth പാർഷ്യൽ സമ്മിന്റെ സീക്വൻസ് കൺവേർജന്റ് ആയിരിക്കണം. അപ്പോ ഇഫ് സീക്വൻസ് Sn converges to S, then summation i = 1 to infinity ai = S. ഇങ്ങനെയാണ് നമ്മൾ പറയാം. നമ്മളുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് S എന്ന നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇൻഫൈനൈറ്റ് സീരീസിന്റെ വാല്യൂ S ആയിരിക്കും. ഇത്രയാണ് സീക്വൻസിന്റെയും സീരീസിന്റെയും ഒരു ജനറൽ ഔട്ട്ലൈൻ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.